വെൽക്കം ഓൾ. ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് RRB JEE എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് RRB JEE നോട്ടിഫിക്കേഷൻ. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എങ്കിലും ഇപ്പോഴെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ ഈ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോവുക. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ ഏത് ടൈം വേണോ വരാം. അതുപോലെ തന്നെ ഇതുവരെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഈ ടൈം തന്നെ ഫസ്റ്റ് സ്റ്റേജിനും സെക്കൻഡ് സ്റ്റേജിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം രണ്ട് സ്റ്റേജിനും പ്രിപ്പയർ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ 2019 ലാസ്റ്റ് എക്സാം നടത്തിയത്. 2018 ലാസ്റ്റോടു കൂടിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒരു ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ്. 2018 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് 2019 മെയ് സമയത്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു 5 months ഗ്യാപ്പ് മാത്രമേ എക്സാമിന് വരുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് നിങ്ങൾ ഇരിക്കരുത്. ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ ഇതേ ഫ്ലോയിൽ അങ്ങ് പ്രിപ്പയർ ചെയ്യുക. കാരണം ഈ എക്സാമിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. 2019 ലാസ്റ്റ് എക്സാം നടത്തിയത്. ഇനി 24 ആണ് വരുന്നത്, 2024. അപ്പോൾ ഒരു 5 year ഗ്യാപ്പില്ലേ? അപ്പോൾ അത്രത്തോളം വേക്കൻസീസ് വരാവുന്നൊരു പോസ്റ്റാണ് RRB JEE എന്നുള്ളത്. അതുകൊണ്ടാണ് ഒത്തിരി പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആരും മടിക്കരുത്, ഇപ്പോഴേ ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ. നമ്മളിവിടെ 2019 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യാം, എന്താണ് ഏജ് ലിമിറ്റ്, എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിൻലി നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഫസ്റ്റ് മുതൽ ഈ വീഡിയോ കാണുക. എന്താണ് സിലബസ് എന്നൊക്കെ ഉള്ളത്, എന്താണ് പാറ്റേൺ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിപ്പോവാം. അത് പറയുന്നതിന് മുന്നേ എന്താണ് RRB JEE എക്സാമിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? ഫസ്റ്റത്തെ കാര്യം അതിൻ്റെ വേക്കൻസീസ് തന്നെയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഹ്യൂജ് വേക്കൻസി ഒരു 4 yearsൻ്റെ ഗ്യാപ്പിലൊക്കെ വരുന്നത് കൊണ്ട് അത്രയും വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്കിത് വേറൊരു പ്രത്യേകത, ഇതൊരു ഡിപ്ലോമ ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര ബേസിക് ടു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ അത്ര സാധ്യത കുറവാണ്. കാരണം ഡിപ്ലോമ ലെവൽ എക്സാമാണ്. അതും കൂടെ നിങ്ങൾ ഓർക്കുക. ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് തന്നെ പോകട്ടെ. നമുക്ക് സിലബസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് പറയുന്നതിന് മുന്നേ ഒന്നുകൂടെ പറയട്ടെ. 2019 ആ പാറ്റേൺ അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഒരു മെയ് ടൈമോട് കൂടിയാണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ടൈം ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേജ് എക്സാമും വന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ 2 സ്റ്റേജസിനും പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്കുള്ളവർക്ക് ആ ഒരു ടൈമിന് തന്നെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടി ബ്രഷപ്പ് ചെയ്ത് നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പഠിക്കാം. ഒരു 3 monthsോളം ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള എക്സാമാണ്. കറക്റ്റ് സിലബസ് കറക്റ്റ് ടൈമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRB JEE എന്നുള്ളത്. നമുക്ക് എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, റെയിൽവേ എക്സാം ആയതുകൊണ്ട് തന്നെ സ്കെയിൽ ഓഫ് പേയോട് കൂടി വരുന്ന അലവൻസസ് ഉണ്ടാവും. അതിൻ്റെ ഒരു ആകർഷണം തന്നെയാണ്. പിന്നെ അടുത്ത് പറയുന്നതിൻ്റെ ഏജ് ലിമിറ്റ്. 18 to 33 years ആണ് ഏജ് ലിമിറ്റ് നമുക്ക് വരുന്നത്. സോ 30 പോലും അല്ല, കുറച്ചുകൂടെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ പറഞ്ഞൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞത്, ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഹയർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. സെക്കൻഡ് സ്റ്റേജൊക്കെ വരുമ്പോൾ ഒത്തിരി ഹയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമുക്ക് ബേസിക് ടു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കിപ്പോയാൽ മതിയാവും. ഇനി വരുന്നത് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമുക്ക് 2 സ്റ്റേജസിലാണ് എക്സാം വരുന്നത്. CBT 1, CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 1/3 മാർക്കിംഗ് ആണ്. അതായത് 3 ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോൾ 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം അത്രയും നമുക്ക് കയറാൻ പറ്റാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ്. നമുക്കിനി ആ സ്റ്റേജസ് CBT 1, CBT 2 എന്താണ് വരുന്നതെന്ന് നോക്കാം. RRB JEE എക്സാം ആണെങ്കിലും ടെക്നിക്കൽ പോർഷൻസ് വരുന്നത് CBT 2 മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ജനറൽ പോർഷൻസ് ആണ് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യനും 90 മിനിറ്റുമാണ് വരുന്നത്.
1.5 മണിക്കൂറുമാണ് നമുക്ക് ടൈം കിട്ടുന്നത്. 100 ക്വസ്റ്റ്യൻസും 1.5 മണിക്കൂറുമാണ് ടൈം കിട്ടുന്നത്. ഇനി അതിൽ ഏത് പോർഷൻസ് ഒക്കെ വരുമെന്ന് നോക്കിയാൽ ഇതൊക്കെയാണ് പോർഷൻസ് വരുന്നത്. മാത്സ് ഉണ്ട് ഒരു 30 മാർക്സിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഒരു 25 മാർക്സിനുണ്ട്, 15 മാർക്സിന് എന്താണുള്ളത് ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് 30 മാർക്കിനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്നവർ ക്ലിയർ ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് സ്റ്റേജിന് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ബാക്കി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ RRB JEEയുടെ സിലബസ് കൂടെ നോക്കി ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ എന്നനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതൊക്കെയാണ് മാർക്ക് വരുന്നത്. ജനറൽ സയൻസ് 30 മാർക്കുണ്ട്. അതായത് സയൻസ് സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സബ്ജക്ട്സിന് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ഷിഫ്റ്റായിട്ട് എക്സാം നടത്തുന്നത് കാരണം ചില ഷിഫ്റ്റിന് ഒരു സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ, ഫിസിക്സ് ആയിരിക്കാം, അടുത്തൊരു ഷിഫ്റ്റിന് കെമിസ്ട്രി ആയിരിക്കാം. സോ എല്ലാ സയൻസ് സബ്ജക്ട്സും ഒരുപോലെ പഠിക്കാം, നമുക്ക് അതിനനുസരിച്ച് അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏത് ഷിഫ്റ്റാണ് നമുക്ക് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. സോ എല്ലാ സബ്ജക്ട്സും നന്നായിട്ട് തന്നെ പഠിക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. RRB JEE നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 90 മിനിറ്റ്സ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ്. ഇനി സെക്കൻഡ് സ്റ്റേജ് അതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 ക്വസ്റ്റ്യൻസും 120 മിനിറ്റ്സും ആണ് വരുന്നത്. അതായത് ഒരു 2 hours കിട്ടും, 2 മണിക്കൂറും 150 ക്വസ്റ്റ്യൻസും വരും. ഇവിടെ നമുക്ക് സിലബസിൽ വരുന്നത് 150 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു. അതിൽ 100 ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ സൈഡിലായിരിക്കും വരുന്നത്. അതായത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡിലാവുമ്പോഴത്തേക്കും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ പല ബ്രാഞ്ചസിൽ വിളിക്കുന്നുണ്ട്. വേക്കൻസീസും അതിനോടൊപ്പം തന്നെ വരാറുണ്ടല്ലോ. സോ ഏതാണോ നമ്മുടെ ബ്രാഞ്ച് അതിൽ നിന്നൊരു 100 ക്വസ്റ്റ്യൻസും പിന്നെ ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ സൈഡാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിന് പ്രിപ്പയർ ചെയ്തില്ലേ, അതൊന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും സെക്കൻഡ് സ്റ്റേജിന്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിൽ ജനറൽ അവയർനെസ് ഒരു 15 മാർക്സ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യമാണ് കേട്ടോ. ജനറൽ അവയർനെസ് ഒരു 15 മാർക്സിനുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 ഉണ്ട്, പിന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ സിവിലിൻ്റെ സിലബസ് നമുക്ക് പറയുമ്പോൾ നമുക്ക് സിവിലിൻ്റെ സിലബസിൽ എൻവയോൺമെൻറ്റ് തന്നെ പറയുന്നുണ്ട്. സോ അതിൻ്റെ കൂടി തന്നെ ഒരു 10 മാർക്സ് എക്സ്ട്രാ നമുക്ക് 50 മാർക്സിൻ്റെ ആ ഒരു ജനറൽ പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജനറൽ അവയർനെസ്സിനോട് GKയോടൊപ്പം കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. സോ അപ്പോൾ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സിലബസ് പറയുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസ് ജനറൽ, 100 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് ടെക്നിക്കൽ സൈഡ്. പിന്നെ നമുക്കിവിടെ ഒരു വെർച്വൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ തന്നെ ഒരു വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിനെ പറ്റി ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? 2 സ്റ്റേജസും പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസും സെക്കൻഡ് സ്റ്റേജിൽ എന്തായിരുന്നു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വിത്ത് ജനറൽ ക്വസ്റ്റ്യൻസും വരും. സോ അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഏതൊക്കെ പോർഷൻസാണ് സെക്കൻഡ് സ്റ്റേജിൽ ആ 100 മാർക്സിന് വരുന്നതെന്ന് നോക്കാം. ഇതിൽ പല പോർഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും ബേസിക് കാര്യം മതി. കാരണം ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഡിപ്ലോമ ലെവൽ എക്സാമാണ്. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ, എല്ലാ പോർഷൻസിൻ്റെയും ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ എഴുതാവുന്ന എക്സാമേ ഉള്ളൂ. സോ ഏതൊക്കെ വരുന്നു എന്നുള്ളത് ഒന്ന് പറയാം. മെക്കാനിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഫോഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡിൽ വരുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ കൺസ്ട്രക്ഷനും മെറ്റീരിയൽസുമാണ് ഈ പറഞ്ഞേക്കുന്ന ഒരു 2 to 7 വരെ പറഞ്ഞേക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ കോമൺലി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതിൽ പല പോർഷൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും മേസൺറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മേസൺറി, ടിമ്പേഴ്സ് ഒക്കെ ആണല്ലോ മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പല പോർഷൻസും ഉണ്ട്. എല്ലാ പോർഷൻസും കവർ ചെയ്യണം. നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ 2019 വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചില ചേഞ്ചസ് ഉണ്ടാവും, എങ്കിലും ഈ മെറ്റീരിയൽസും കൺസ്ട്രക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് RRB JEEക്ക്. ഈ പോർഷൻസിൽ ചെറിയ മാറ്റം വരാൻ സാധ്യത മാത്രമേ ഉള്ളൂ.
സബ്ജക്ട്സ് ഒക്കെ ഇത് തന്നെ ആയിരിക്കും. അടുത്ത് നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ് ഉണ്ട്. ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് ബൈലോസിനെ കുറിച്ചും ഡ്രോയിങ്സിൻ്റെ കൺവെൻഷൻസ്, അതായത് കൺവെൻഷൻ യൂസ് ചെയ്യുന്നതും പിന്നെ ബിൽഡിംഗ് ബൈലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു പോർഷന്. അടുത്ത് ബാക്കി വരുന്ന സബ്ജക്ട്സ് ആണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. കോൺക്രീറ്റ് ടെക്നോളജിയും അതിൽ ബേസിക്സ് ആയിട്ടുള്ള RCCയുടെ കാര്യങ്ങളും ഉണ്ട്. കോൺക്രീറ്റ് ടെക്നോളജിയെ പറ്റി എല്ലാം പറയുന്നുണ്ട്, RCC ബേസിക്സും ഉണ്ട്. നെക്സ്റ്റ് സർവേയിങ് ഏതൊരു നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏത് എക്സാം എടുത്താലും സർവേയിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെ പറയുന്നുണ്ട് സർവേയിങ്ങിൻ്റെ. പിന്നെ CAD AutoCADൻ്റെ കുറച്ച് വ്യൂസും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അത് സോയിൽ മെക്കാനിക്സും പിന്നെ GTയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി പല മെത്തേഡ്സിനെ പറ്റിയും അതും ഷിയർ സ്ട്രെങ്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും സിലബസിൽ പറയുന്നുണ്ട്. സോ സർവേയിങ്, GT, CAD പറഞ്ഞു. അടുത്ത ഹൈഡ്രോളിക്സിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് FM. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് സിവിലിലും മെക്കിലും കോമൺ ആയിട്ട് വരുന്ന പോർഷനാണ്. ഇതിനകത്ത് FMൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് ഇറിഗേഷനാണ്. ഈ ഇറിഗേഷൻ പോർഷനിൽ തന്നെയാണ് ഹൈഡ്രോളജിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറിഗേഷനും ഹൈഡ്രോളജിയും ഒരുമിച്ചാണ് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. മെക്കാനിക്സ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാത്തിലും ബേസിക് കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അടുത്ത് പറഞ്ഞ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. സ്ട്രെസ്, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ നമ്മൾ സ്ട്രക്ചറൽ പേപ്പറാണ് ഈ പറയുന്നത്. പിന്നെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ RCCയുടെ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അടുത്ത പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. കോൺക്രീറ്റ് ടെക്നോളജി ആദ്യം പറഞ്ഞു, അവിടെ കുറച്ച് RCCയുടെ ബേസിക്സ്, ബാക്കി RCC പോർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ റെയിൽവേ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഉണ്ട്, കൂടെ ടണൽ എഞ്ചിനീയറിംഗും ഉണ്ട്. അത് മൂന്നുമാണ് ഒരുമിച്ച് കൊടുത്തേക്കുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ, റെയിൽവേയും ബ്രിഡ്ജും ടണലും. പിന്നെ പറഞ്ഞ ഹൈവേ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റോഡ്സിനെ പറ്റിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു ആ ബേസിക് ആയിട്ട് വരുന്ന 50 ക്വസ്റ്റ്യൻസിലും എൻവയോൺമെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. സോ നന്നായിട്ട് തന്നെ ആ പോർഷൻ പഠിക്കുക. ഇതൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിലബസ്. ദിശ അക്കാഡമിയിൽ RRB JEക്ക് വേണ്ടിയുള്ള യൂട്യൂബ് സീരീസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസും ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും അപ്പോൾ RRB JE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.